ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലോകം മുഴുവനുള്ള ശാലോം പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്ത ഉയർപ്പിൻ്റെ ആ വിശ്വാസത്തോടെ പ്രത്യാശയോടെ എല്ലാവർക്കും മുന്നമേ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളട്ടെ. പരിശുദ്ധ സഭ നോമ്പിൻ്റെ ദിവസങ്ങളോടെ കടന്നുപോയി. 40 ദിവസം യേശുക്രിസ്തുവും നോമ്പെടുത്ത് ഉപവസിച്ചതായ അതിൻ്റെ ഓർമ്മ ഈ വർഷവും നമ്മൾ പുതുക്കിയിരിക്കുകയാണ്. പരിശുദ്ധ സഭയുടെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് മോർ അഫ്രൈം എഴുതിയ മെമ്മറായി നമ്മളിങ്ങനെ പാടാറുണ്ട്. മോശയും ഏലിയായും 40 ദിവസം നോമ്പ് നോറ്റും നമ്മുടെ കർത്താവും നോമ്പ് നോറ്റ് നാശകനെ തോൽപ്പിച്ചു, പ്രലോഭകനെ ഓടിച്ചു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിന് വ്യാഖ്യാനിക്കാം. അങ്ങനെ നോമ്പെടുത്ത് പരിശുദ്ധ സഭ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെയും പീഡാസനത്തിൻ്റെയും ഓർമ്മയിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ, ഒത്തിരി അതിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്സ് എനിക്കും നിങ്ങൾക്കുമുണ്ട്. എന്നാൽ ഈ കാലഘട്ടം നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും കർത്താവിൻ്റെ കഷ്ടാനവും പീഡാസനവും ഒക്കെയും എനിക്ക് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ്സ് അതിനോടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 50% നമുക്ക്, എന്തിനും ഒരു 80% നമുക്ക് ഒരിക്കലും ഉണ്ടെന്ന് പറയാൻ എവിടെയൊക്കെ ഒരു വിഷമം. ഞാൻ എന്തിന് നോമ്പെടുക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്, അല്ലെ ഞാൻ എന്തിന് ഉപവസിക്കണം, അതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമാണുള്ളത്? ഇന്ന് നമുക്കറിയാം, ഉപഭോഗ സംസ്കാരത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. എന്ന് വെച്ചാൽ നമുക്കെല്ലാറ്റിനും ഒരു പ്രതിഫലം ആവശ്യമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എന്ത് ചെയ്താലും ഒരു 10 രൂപ ഞാൻ ദാനമായി ഒരാൾക്ക് കൊടുത്താലും എനിക്കൊരു ലക്ഷ്യമുണ്ട്. അതിൽ നിന്നും എന്തെങ്കിലും ഒരു നന്മ, ഒരു പ്രയോജനം എനിക്ക് കിട്ടണം. ഇങ്ങനെ പ്രയോജനം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തിരിച്ചു ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാണ് പലപ്പോഴും ഞാനും നിങ്ങളൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും കടപ്പാടുണ്ടാകുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ജീവിത രീതി ഞാൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആരോടും ഒരു കടപ്പാടില്ല. എനിക്ക് എൻ്റെ അപ്പനോടില്ല, എൻ്റെ അമ്മയോടില്ല, എൻ്റെ ഭർത്താവിനോടില്ല, എൻ്റെ ഭാര്യയോടില്ല, എൻ്റെ മക്കളോട് എനിക്ക് കടപ്പാടില്ല. എന്തിന്? എനിക്കെൻ്റെ ദൈവത്തോടോ എൻ്റെ സഭയോടോ എൻ്റെ സമൂഹത്തിനോടോ യാതൊന്നിനോടും എനിക്കൊരു കടപ്പാടില്ലാതെയാണ് പലപ്പോഴും ഈ ലോകത്തിൽ ഓരോ മനുഷ്യനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പല കാരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ചിലപ്പോൾ അവർ താമസിക്കുന്ന ചുറ്റുപാടും അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടിൻ്റെയും നടുവിൽ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന അങ്ങനെയാണ്, എന്തിന് ഇതിനകത്ത് പെടണം? വേറൊരു പണിയില്ല, വേറൊരു ആവശ്യം എനിക്കില്ല, ഞാൻ എന്തിന് ഇതിനകത്ത് പോയി ചെന്ന് ചാടണം എന്ന് ചിന്തിക്കുന്നവരുടെ മധ്യത്തിൽ 2022 പരിശുദ്ധ നോമ്പ് അവസാനിച്ച് കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലേക്ക് സഭ പ്രവേശിക്കുമ്പോൾ എൻ്റെ റോൾ എന്താണ്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ നോമ്പ് എടുത്തത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും നന്മ? ഇനി പലരും ചോദിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ അനേകം യുവതി യുവാക്കന്മാരും അനേകം ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തിന് ഞാൻ നോമ്പെടുക്കണം? നോമ്പെടുക്കേണ്ട ആവശ്യമുണ്ടോ അച്ഛാ? പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിൽ, കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ താമസിക്കുന്ന അനേകം ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ കാലാവസ്ഥയുടെ വ്യതിയാന സമയത്ത് എങ്ങനെ അച്ഛാ നോമ്പെടുക്കുക? ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഇതൊന്നും എടുക്കാൻ സാധിക്കില്ല, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും ഇതിനെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ നോമ്പിനെ വേണ്ടെന്ന് വയ്ക്കുന്ന ഒരു സമൂഹമായി ക്രൈസ്തവ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മധ്യത്തിൽ ഇന്ന് ഈ വർഷം ഞാൻ നോമ്പെടുത്തു. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടല്ല അവർ നോമ്പെടുത്തത്, മറിച്ച് ദൈവമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ഒരു ആഴമായൊരു ബന്ധം നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് പഠിച്ചതായ പാരമ്പര്യങ്ങളും ആചാരങ്ങളുമല്ലേ നമ്മുടെ സഭ എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ എൻ്റെ പൂർവികർ നോറ്റ നോമ്പും അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും അവർ ചിന്തിയ കണ്ണീരുമല്ലേ എൻ്റെ അനുഗ്രഹം. അതെനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യും? ഞാനത് പാലിക്കും. കാരണം എൻ്റെ അടുത്ത തലമുറയ്ക്ക് ഇത് കിട്ടണ്ടേ? ഇന്ന് നമ്മളിൽ തന്നെ പൂർത്തീകരിക്കാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അടുത്ത തലമുറ അവർ കഷ്ടപ്പെടട്ടെ, അവർ വേണമെങ്കിൽ നേടിയെടുക്കട്ടെ എന്നല്ലേ എൻ്റെയും ചിന്ത. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ നോമ്പിൻ്റെ ആവശ്യമുണ്ടോ? യേശുക്രിസ്തുവിൽ വിശ്വാസത്തോടെ പറയാൻ നമുക്ക് സാധിക്കണം, ആവശ്യമുണ്ട്. കാരണം എൻ്റെ ദൈവം 40 ദിവസം ഉപവസിച്ചത് പിശാചിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ, ഇവിടെയെല്ലാം നാശകനെ, സാത്താനെ, പിശാചിനെ തോൽപ്പിച്ച ദൈവത്തിൻ്റെ ഉപവാസത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും പറയുന്നുണ്ട്. മർക്കോസിന് സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ നാശകനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നോമ്പിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് എന്ന് പറയുവാൻ എനിക്ക് സാധ്യമല്ലാതെ വരുമ്പോൾ ഞാൻ പലപ്പോഴും ആർക്കടിമയാണ്? ഞാൻ എന്തിനെയാണ് സ്നേഹിക്കുന്നത്? ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ക്രൈസ്തവ ജീവിതം കൊണ്ടു നടക്കുന്നതെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് പ്രിയമുള്ള. അതുകൊണ്ട് എന്നെ വിളിച്ചവൻ, അവൻ 40 ദിവസം പിശാചിനെ തോൽപ്പിക്കാൻ വേണ്ടി മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഓരോ ക്രൈസ്തവ മക്കളുടെ ഉത്തരവാദിത്തമാണ്, അവൻ്റെ കടമയാണ്. സഭ പഠിപ്പിക്കുന്ന, സഭ പാലിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉപവാസങ്ങളും നോമ്പുകളും പ്രാർത്ഥനകളും പാലിക്കുക എന്നുള്ളത്. അങ്ങനെ പാലിച്ച് ജീവിച്ച പിതാക്കന്മാരുടെ മക്കളാണ് ഞാനും നിങ്ങളും. അത് കൊണ്ടു നടക്കുവാൻ നമുക്ക് സാധ്യമല്ലാതെ വരുമ്പോൾ ക്രൈസ്തവ സമൂഹം ഇതാ ഈ ലോകത്തിൻ്റെ പല അധപതനത്തിലേക്കും ചെന്നെത്തുകയാണ്. ക്രൈസ്തവ കുടുംബങ്ങൾ സ്നേഹമില്ലാത്ത കുടുംബങ്ങളായി മാറുകയല്ലേ പ്രിയമുള്ളവർ. അതുകൊണ്ട് നമുക്കൊരു തീരുമാനം, നോമ്പിൻ്റെ കാര്യത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും എനിക്ക് സാധ്യമാകുന്ന രീതിയിൽ നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിലൊരു അംഗമായി, സഭയിലെ ഒരു വ്യക്തിയായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ഈ സഭ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലേക്ക് പ്രവേശിക്കുക. കഷ്ടാനുഭവത്തിൻ്റെ ഏറ്റവും തുടക്കമെന്ന് പറയുന്നത് നമുക്കറിയാം, ഓശാന ഞായറാഴ്ചയാണ്. എന്ന് വെച്ചാൽ അവൻ തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യാഗത്തിലേക്ക്, ഗോകുൽത്താ മലയിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഇതാ യെരൂശലേം നഗരം മുഴുവൻ അവനെ കുരുത്തോലകളാലും ആർപ്പുവിളികളാലും അവനെ സ്വീകരിക്കുകയാണ്. അവൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മൃഗമെന്ന് നിന്ദ്യമായ മൃഗമാണ്. ആ മൃഗത്തിൻ്റെ മേൽ അവൻ യാത്ര ചെയ്യുമ്പോൾ ഇതാ നമ്മൾ ഓശാന പാടാറുണ്ട്. കുരുത്തോലകളേന്തി നമ്മൾ പാടുന്ന പാട്ടുകളെല്ലാം ചെറുപ്പത്തിൽ എത്രയോ പ്രാവശ്യം പാടി പൂക്കളെറിഞ്ഞതെല്ലാം നമുക്ക് ഓർമ്മ വരും. ഇന്ന് നമുക്കറിയാമോ പ്രിയമുള്ളവർ, ദേവാലയത്തിൽ പലപ്പോഴും പൂക്കളെറിയാൻ പോലും കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് ക്രൈസ്തവ സഭ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളാവുന്നു, കുഞ്ഞുങ്ങൾ ഉള്ളവരെല്ലാം പുറത്താണ്, നോക്കാൻ ആരുമില്ല. ഇങ്ങനെ പിഞ്ചു ബാലകന്മാർ ഏറ്റുപാടിയ പാട്ടുകളും ആരാധനകളും സ്തുതിപ്പുകളും പാടുവാൻ ഇന്ന് ആരുമില്ലാത്ത ദേവാലയങ്ങളായി ഇതാ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും പാശ്ചാത്യ രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്ത് ഒരുപക്ഷെ നമുക്കും നമ്മുടെ നാട്ടിൽ ഇതെല്ലാം സംഭവിക്കാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല. അതുകൊണ്ട് പിതാക്കന്മാർ പാലിച്ചു പോയ ആ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥനകൾ ഇന്ന് നമുക്ക് ഓർത്തിരിക്കുവാനും അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓശാന ഞായറാഴ്ച ഇതാ നിന്ദ്യമായ മൃഗം. നമുക്കറിയാം, കഴുതയെ പലപ്പോഴും നമ്മൾ കാണുന്നത് ബുദ്ധിയില്ലാത്ത, ഒരു ആവശ്യമില്ലാതെ ഒരു ജീവി എന്ന രീതിയിലാണ് പലപ്പോഴും നമ്മുടെ എല്ലാം വ്യാഖ്യാനങ്ങൾ. എന്നാൽ നിന്ദ്യമായതിനെ ഇതാ ശ്രേഷ്ഠമാക്കി തീർക്കുവാൻ യേശു എന്ന് പറയുന്ന എൻ്റെ ദൈവം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് സാധ്യമാണെന്ന് തെളിയിച്ച ദിവസമാണ് ഓശാന. നിന്ദ്യമായി ഈ ലോകം എന്നെ മുദ്രകുത്തുമ്പോൾ
നിനക്ക് കഴിവില്ലെന്നും നിന്നെക്കൊണ്ട് ഒരു സാധ്യമല്ലെന്നും നിനക്കൊരു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞ് സമൂഹം മുദ്രകുത്തി മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയാണോ നീ? നിന്നെ ശ്രേഷ്ഠനാക്കുവാൻ കഴിവുള്ളവനായ ക്രിസ്തു നിന്നിൽ വസിക്കുവാൻ തക്ക രീതിയിൽ നീ നിൻ്റെ ജീവിതത്തെ ആദ്യമേ ക്രമപ്പെടുത്തണം. ഈ കഷ്ടാനുഭവത്തിൽ അവൻ വന്ന് നിന്നിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ ആരെല്ലാം നിന്നെ നിന്ദ്യമെന്ന് വിളിച്ചോ അവർ നിന്നെക്കുറിച്ച് ആർത്തുപാടും, നിൻ്റെ കഴിവുകളെ പുകഴ്ത്തിപ്പാടും, നിന്നെ നല്ലതെന്നും ശ്രേഷ്ഠതെന്നും നിന്നെക്കുറിച്ച് പറയുവാൻ ഇടവരുത്തുന്ന ഒരു ജീവിതമായി മാറുവാൻ സാധ്യമാകുന്നത് ക്രിസ്തു നിന്നിൽ വരുമ്പോഴാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓശാന ഞായറാഴ്ച നമ്മൾ പാട്ടെല്ലാം പാടി ഇങ്ങനെ കഷ്ടാനുഭവത്തിലിരിക്കുകയാണ്. കഷ്ടാനുഭവത്തിൻ്റെ പാട്ടുകളും ആരാധനകളും പ്രാർത്ഥനകളും എല്ലാം പങ്കെടുത്ത് നല്ല കുമ്പസാരത്തിനെല്ലാം ഒരുങ്ങി നമ്മളിരിക്കുമ്പോൾ ഓശാനയ്ക്ക് ഞാൻ പാടിയ പാട്ടുകളും ആർപ്പുവിളികളും കേട്ട കഴുതയ്ക്ക് പലപ്പോഴും തോന്നി, ഇന്ന് വരെ എന്നെ ഒരിക്കലും മാനിച്ചിട്ടില്ലാത്തൊരു സമൂഹം ഇതാ എന്നെ മാനിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇതാ തുണികൾ വിരിക്കുന്നു, കുരുത്തോലകളും എല്ലാം വിരിച്ച് ആർത്തുപാടുന്ന ഒരു സന്തോഷമായ നിമിഷം കണ്ടപ്പോൾ ഒരുപക്ഷെ കഴുത ഇങ്ങനെ ചിന്തിച്ച് കാണും, എത്ര ബഹുമാനമാണ് എനിക്ക് തരുന്നത്, ഞാൻ എത്ര വലിയവനാണ്, ഞാൻ എത്ര ശ്രേഷ്ഠനാണെന്ന് ഒരുപക്ഷെ ഈ കഴുതയും ചിന്തിച്ചു കാണും. നമ്മുടെ ജീവിതം പലപ്പോഴും ഇങ്ങനെയൊക്കെയല്ലേ പ്രിയമുള്ളവർ? യേശുക്രിസ്തു എന്നിൽ വന്ന് എനിക്ക് തന്നിരിക്കുന്ന താലന്തുകളും എനിക്ക് തന്നിരിക്കുന്ന കൃപകളും എൻ്റെ കഴിവുകളും ഞാൻ പലപ്പോഴും ഈ സമൂഹത്തിൽ പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ ഈ കഴുതയുടെ ഒരു മനോഭാവം കടന്നു വരുന്നില്ലേ? ഞാൻ എല്ലാറ്റിലും തികഞ്ഞവൻ എന്ന ചിന്ത, എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എനിക്ക് പ്രത്യേക ഒരു കഴിവുണ്ടെന്നൊക്കെ ഒരു അഹങ്കാരവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തുകൊള്ളുക, എനിക്ക് കിട്ടുന്ന ഈ ശ്രേഷ്ഠത, എന്നെ മാനിക്കുന്ന ഈ സമൂഹം എന്നെയല്ല, എന്നിലുള്ള ക്രിസ്തുവിനെയാണ്, എന്നിലുള്ള ദൈവികതയാണ്, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവത്തിൽ നിന്നും കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആണെന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. ഇനി കഷ്ടാനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, എനിക്കൊരു പെസഹ ആചരിക്കണം. ആ പെസഹായ്ക്കൊരു പ്രത്യേകതയുണ്ട്. ആ പെസഹ പറഞ്ഞു, എനിക്ക് എൻ്റെ അപ്പോസ്തലന്മാരോട് എൻ്റെ ശിഷ്യന്മാരോട് ചേർന്നിരുന്ന് പെസഹ ആചരിക്കണം. പെസഹ യഹൂദൻ മതത്തിൽ അല്ലെങ്കിൽ യഹൂദ സമുദായത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു വന്നപ്പോൾ കൊണ്ടാടിയ പെരുന്നാളിലൊന്നാണ് പെസഹ പെരുന്നാൾ. പാസ് ഓവർ എന്ന് അതിനെ വിളിക്കും. ആ പെസഹ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ചേർന്നിരുന്ന് ആചരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ഒരുക്കിയ ഒരു പെസഹ ഉണ്ട്. ആ പെസഹായിൽ അവൻ ഇല്ലാതായിത്തീരുന്ന ഒരു പെരുന്നാൾ. യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവം ഇതാ ഒരു അപ്പമായി മാറുവാൻ തക്ക രീതിയിൽ അവൻ ഒരുക്കിയതായ ആ യാഗം, ആ ബലി എന്ന് സഭ കൊണ്ടാടുമ്പോൾ പ്രിയമുള്ളവരെ, നാം ഒരുങ്ങിയിട്ടുണ്ടോ? ആ പെസഹായിൽ പങ്കെടുക്കാൻ തക്ക രീതിയിൽ ഒരു അപ്പോസ്തലനായി, ഒരു ശിഷ്യനായി, കർത്താവിൻ്റെ ശിഷ്യനുമായി ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ഒന്ന് വിചിന്തനം ചെയ്യുന്ന നല്ലതാണ് പ്രിയമുള്ളവർ. ഒരു ബലിക്ക് ഒരുങ്ങുമ്പോൾ അതിന് ചില ക്വാളിറ്റീസ് ഉണ്ട്. ഇന്ന് ക്രൈസ്തവ സമൂഹം മറന്നുപോയൊരു കാര്യമാണ്. ബലിയിൽ പലപ്പോഴും ഞാൻ കാഴ്ചക്കാരനാണ്, എൻ്റെ ബലിയിൽ ഞാൻ എന്നും ഒരു കാഴ്ചക്കാരനാണ്. മറിച്ച് ആ ബലിയുടെ പങ്കാളിയാകാനാണ് ദൈവം നമ്മെ വിളിച്ചത്. ഒരു പെസഹായിൽ നാം പങ്കെടുക്കുമ്പോൾ ആ പെസഹായുടെ പങ്കാളിയായി തീരാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? വരും ദിവസങ്ങളിൽ പെസഹ പെരുന്നാളിൽ പെസഹായുടെ കുർബാനയ്ക്ക് വേണ്ടി ഒരുപക്ഷെ നാം പോകുമ്പോൾ എൻ്റെ പങ്കാളിയാണോ അതോ കാഴ്ചക്കാരനാണോ? സഭ പറയുന്നുണ്ട് പെസഹ പെരുന്നാൾ എന്ന് പറയുന്ന യേശുക്രിസ്തു സ്ഥാപിച്ച ആദ്യത്തെ കുർബാനയാണ്. ആ കുർബാനയിൽ നീ പങ്കെടുക്കുമ്പോൾ കുമ്പസാരിച്ച് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ വ്യക്തി മാത്രമേ പെസഹായിൽ കുർബാന അനുഭവിക്കാവൂ എന്ന് സഭ പറയുന്നുമുണ്ട്. നമ്മൾ എത്ര പേര് ആത്മാർത്ഥമായിട്ട് തങ്ങളുടെ പാപങ്ങളെക്കുറിച്ചൊന്ന് പശ്ചാത്തപിക്കുന്നുണ്ട്? തങ്ങളുടെ പാപങ്ങളെന്ന് ഏറ്റുപറഞ്ഞ് ഇതാ കർത്താവ് ഒരുക്കിയ പെസഹായിൽ ഈ വർഷം ദൈവം എന്നെയും കൂടി പങ്കാളിയാക്കുവാൻ
വിളിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ദിവസമാണെന്ന ബോധ്യം ഓരോ ക്രൈസ്തവനുണ്ടാകുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ പെസഹ എന്ന് പറയുന്നത്. യേശുക്രിസ്തു സന്തോഷിക്കുന്ന അപ്പോഴാണ് പ്രിയമുള്ളവർ. തൻ്റെ പാപങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന അനുതാപവും പശ്ചാത്താപവും ഉണ്ടല്ലോ, ദൈവമേ തെറ്റുപറ്റിയെന്ന് പറയാനുള്ള മനസ്സ്, ഇതിനെയാണ് യഥാർത്ഥത്തിൽ ദൈവം നമ്മൾ നോക്കി പാർക്കുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ കുമ്പസാരങ്ങൾ ഒരു കടമയ്ക്ക് വേണ്ടി, പെസഹ പെരുന്നാളിൽ കുർബാന അനുഭവിക്കാൻ വേണ്ടി ഇതാ സഭ പറഞ്ഞിരിക്കുന്ന ഒരു കൂദാശ, അത് ഞാൻ പോയി ഏറ്റു പറയുന്നു, എനിക്ക് പശ്ചാത്താപവുമില്ല അനുതാപവുമില്ല. പിന്നെ എന്തിന് നാം കുമ്പസാരിക്കണം? കുമ്പസാരത്തെക്കുറിച്ച് വികലമായിട്ടാണ് സമൂഹം ഇന്ന് വ്യാഖ്യാനിക്കുന്നത്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലെല്ലാം അതിനെ വളരെ വികലമായി പ്രചരിക്കുമ്പോൾ അതിന് പങ്കാളിയാകുന്ന ക്രൈസ്തവ സമൂഹം, അതിനെ പ്രചരിപ്പിക്കുന്ന ക്രൈസ്തവ വ്യക്തികൾ സഭയുടെ അധപതനമല്ലേ പ്രിയമുള്ളവരെ? എവിടെ പോയി നമ്മുടെ വിശ്വാസവും ആചാരവും? ഇത്രയും വർഷത്തെ പാരമ്പര്യം നിലനിൽക്കുന്ന സഭയിൽ കാത്തുസൂക്ഷിക്കുന്ന, പവിത്രമായി കാത്തുസൂക്ഷിക്കുന്ന കൂദാശകളെപ്പോലും വളരെ വികലമായി ചിത്രീകരിക്കുമ്പോൾ, അത് സിനിമയായിട്ടാണെങ്കിലും സീരിയലായിട്ടാണെങ്കിലും ന്യൂസ് അവറിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയെല്ലാം അതിനെ പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രചാരകനായി ഞാൻ മാറുകയാണോ, അതിനെ ഞാൻ എതിർക്കുകയാണോ ചെയ്യുന്നത്? നമ്മൾ അറിഞ്ഞോ അറിയാതെയും അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇങ്ങനത്തെ ഒരു കൂദാശയെ തന്നെ വേണ്ട എന്ന് വയ്ക്കുവാൻ, അല്ലെങ്കിൽ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ അടിമയായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറ്റുവാനുള്ള കൂദാശയായി സഭ കാണുമ്പോൾ, ആ ഒരു കൂദാശയെ ഇതാ പൈശാചികമായ രീതിയിൽ വിമർശിക്കപ്പെടുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ദൈവത്തിൻ്റെ മക്കൾ നമ്മളാണോ? ചിന്തിച്ച് നോക്കിയ പ്രിയമുള്ളവർ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ കഷ്ടാനുഭവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങുന്ന സമയമാണ്. സഭ പവിത്രമായി കാണുകയാണ് കർത്താവിൻ്റെ കഷ്ടാനുഭവവും പീഡാസഹനവും. ആ കഷ്ടാനുഭവ പീഡാസഹനത്തിൽ പെസഹായുടെ പെരുന്നാൾ ഞാൻ പങ്കെടുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം, കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് ഒന്ന് പശ്ചാത്തപിക്കുവാൻ, ഒന്ന് അനുതപിച്ച് തൻ്റെ പാപങ്ങളെ ഒന്ന് ഏറ്റുപറയുവാൻ ഉള്ളൊരു മനസ്സ് നമുക്കുണ്ടാകട്ടെ പ്രിയമുള്ളവരെ. ഇനി ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ് യേശുക്രിസ്തു ഇതാ യാഗപീഠത്തിലേക്ക് പോവുകയാണ്. അവനറിയാം ഈ സമൂഹം എന്നെ പിച്ചി ചീന്തും. ഇതെല്ലാം അറിഞ്ഞിട്ട് അവൻ ഗെത്സമൻ തോട്ടത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് പിതാവിൻ്റെ മുമ്പിൽ. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ എടുത്തു മാറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഇഷ്ടം. നിനക്കിഷ്ടമാണെങ്കിൽ, പക്ഷെ എനിക്കറിയാം നിൻ്റെ ഇഷ്ടം ഞാൻ ക്രൂശിക്കപ്പെടണമെന്ന് തന്നെയാണ്. ഈ ക്രൂശിമരണത്തിലൂടെ, ഈ ക്രൂശീകരണത്തിലൂടെ മാത്രമേ ഈ സമൂഹത്തിന്, ഈ ലോകത്തിന്, എനിക്ക് രക്ഷ കിട്ടുമെന്ന വിശ്വാസവും ബോധ്യവും യേശുക്രിസ്തുവിനും പിതാവാം ദൈവത്തിനും ഉള്ളതുകൊണ്ടാണ് ആ യാഗം അന്ന് നടന്നത് ഗോകുൽത്ത മലയിൽ. അത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അവൻ്റെ ശരീരം ഒന്ന് നോക്കിയാൽ അതിലിനി പിച്ച് ചീന്താൻ ഒരു സ്ഥലമില്ല. വിണ്ടുകീറിയ ശരീരവുമായി, രക്തം വാർന്നൊഴുകുന്ന മുഖവുമായി, മുൾക്കിരീടം കൊണ്ട് അടിയും നിന്ദനവും തുപ്പലും പീഡാസഹനവും എല്ലാം ഏറ്റെടുത്ത് ഭാര്യമേറിയ കുരിശുമായി അവൻ കാൽവരി ക്രൂശിൽ പോയത് എനിക്ക് വേണ്ടിയിട്ട്. ഈ കഷ്ടാനുഭവത്തിൽ നാം ചിന്തിക്കുമ്പോൾ, ദൈവമേ, ഇത്രമാത്രം പീഡയേറ്റ മറ്റൊരു ദൈവം ഈ ലോകത്തില്ലല്ലോ, അത് എനിക്ക് വേണ്ടിയിട്ടാണ്. ദൈവജനത്തിനു വേണ്ടി പീഡയേറ്റ ഒരു ദൈവത്തെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. യേശു അല്ലാതെ മറ്റാരാണുള്ളത്? അത് ഏറ്റു പറയുന്നവൻ്റെ പേരാണ് ക്രിസ്ത്യാനി. എനിക്ക് വേണ്ടി ബലിയായി തീർന്നവൻ, അവൻ വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ ഇതാ തന്നെ പീഡിപ്പിച്ചവനെ നോക്കി, തന്നെ വേദനിപ്പിച്ചവനെ നോക്കി, തന്നെ പരിഹസിച്ചവനെ, നിന്ദിച്ചവനെ, അടിച്ചവനെ നോക്കി അവൻ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന്. ഇത് പറയുന്ന ഒരു ദൈവം, പ്രതികാരമില്ലാതെ സ്നേഹത്തിനു വേണ്ടി ക്ഷമയുടെ ഒരു ദൈവത്തെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും, യേശുവല്ലാതെ. അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ബലിയായി തീർന്ന കഷ്ടാനുഭവം, കുരിശുമരണം, അത് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു വിങ്ങലുണ്ടാകും. ആ വേദന സഹിച്ചുകൊണ്ട് അവൻ കാൽവരി ക്രൂശിൽ കിടന്ന മണിക്കൂറുകളുണ്ട്. രക്തം വാർന്നൊഴുകി ഇതാ നിന്നയും പരിഹാസമേറ്റുകൊണ്ട് എനിക്ക് വേണ്ടി അവൻ കിടന്ന നിമിഷങ്ങൾ, അതെല്ലാം ഓർത്ത് നമ്മൾ ദുഃഖവെള്ളിയാഴ്ച
പ്രാർത്ഥനയിൽ സംബന്ധിക്കാറുണ്ട്, പാട്ടുകൾ നമ്മൾ പാടാറുണ്ട്, പ്രദർശനത്തിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്, സ്ലീബ ആഘോഷത്തിലും സ്ലീബ വന്ദനത്തിലെല്ലാം നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോഴെല്ലാം ഈ ഒരു ബോധ്യം എനിക്കുണ്ടാകും. ഞാൻ സ്ലീബ വന്ദന സമയത്ത് മുട്ടുകുത്തുമ്പോൾ, കർത്താവേ അങ്ങയുടെ പാദപീഠത്തെ ഞാൻ കുമ്പിട്ട് ആരാധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ അനേകം തെറ്റുകൾ, എൻ്റെ പാപത്തിനു വേണ്ടി നീ വർഷങ്ങൾക്ക് മുമ്പ് ബലിയായി തീർന്നവൻ, നിൻ്റെ പാദം ഞാൻ ചുംബിക്കുമ്പോൾ എൻ്റെ വിശുദ്ധീകരണമല്ലേ നീ ആഗ്രഹിക്കുന്നത് എന്ന് പറയുവാൻ ഓരോ വ്യക്തിയും ഒരുങ്ങുന്ന ഒരു കഷ്ടാനുഭവവും പീഡാസഹനമായി മാറട്ടെ. ഇനി കഷ്ടതകൾ മാറ്റി നിർത്താം നമുക്ക്. ഈ കഷ്ടപ്പാടിൻ്റെയും ഈ പ്രയാസത്തിൻ്റെയും ഈ ദുഃഖത്തിൻ്റെയും ഈ വിഷമത്തിൻ്റെയും എല്ലാം മധ്യത്തിൽ അവൻ നമുക്ക് വാഗ്ദാനം ചെയ്ത ഒരു സംഭവമുണ്ട്. ഞാൻ പീഡിപ്പിക്കപ്പെടും, ഞാൻ ക്രൂശിക്കപ്പെടും, എന്നെ ഈ സമൂഹം മുഴുവൻ നിന്ദിച്ച് ഇതാ പരിഹസിച്ചുകൊണ്ട് എന്നെ കുരിശിൽ കയറ്റും, പക്ഷേ എൻ്റെ പിതാവ് എനിക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇതൊരു പ്രത്യാശയാണ് പ്രിയമുള്ളവർ. അതുകൊണ്ടാണ് സഭയെ കെംതോ എന്ന് വിളിക്കുന്നത്. കെംതോ എന്ന വാക്കിനർത്ഥം ഉയർപ്പ് എന്നാണ്. ഇത് ഉയർപ്പിക്കപ്പെട്ട സഭയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനേകം തെറ്റുകൾ, അനേകം പാപങ്ങൾ, അനേകം കുറവുകൾ, ഒരുപക്ഷെ രോഗിയായി കിടക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ നിൻ്റെ പ്രത്യാശ ഈ രോഗത്തിൻ്റെ മധ്യത്തിലും ഈ പ്രയാസത്തിൻ്റെ മധ്യത്തിലും ഈ ബുദ്ധിമുട്ടിൻ്റെ മധ്യത്തിലും എന്നെ ഉയർപ്പിക്കുവാൻ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ഒരു പ്രത്യാശയുടെ ജീവിതം എനിക്ക് വേണ്ടി ഒരുക്കിയൊരു ദൈവമുണ്ടെന്ന് ബോധ്യം എനിക്കുണ്ടാകുമ്പോൾ എൻ്റെ രോഗം എനിക്കൊരു പ്രശ്നമല്ല. എൻ്റെ കഷ്ടപ്പാട്, സാമ്പത്തിക പ്രതിസന്ധി, ബുദ്ധിമുട്ടോ ദാരിദ്ര്യമോ പട്ടിണിയോ വാളോ ഒന്നും തന്നെ യേശുക്രിസ്തു നിന്ന് എന്നെ അകറ്റിയില്ല എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ കഷ്ടാനുഭവം നമ്മൾ പങ്കെടുക്കുമ്പോൾ, ഈ കഷ്ടാനുഭവത്തിലും പീഡാസനത്തിലും ഈ ദേവാലയത്തിൽ പോയി പ്രാർത്ഥനയെ സംബന്ധിച്ച് നല്ല കുമ്പസാരം എടുത്ത് പെസഹ പെരുന്നാളിലും ദുഃഖവെള്ളിയാഴ്ചയും എല്ലാം പങ്കെടുക്കുമ്പോൾ ഇതാ ദൈവം എനിക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രത്യാശ, അത് ഉയർപ്പിൻ്റെ പ്രത്യാശയാണ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുവാൻ സാധ്യമുള്ളവനാണ് എൻ്റെ ദൈവം എന്ന വിശ്വാസം. അത് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തെ ഓരോ ദിവസവും അനുദിനവും എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിശ്വാസമാണ്. ആ വിശ്വാസം വളർത്തിയെടുക്കുവാൻ ഈ വർഷം എനിക്ക് സാധ്യമല്ലാതെ വന്നെങ്കിൽ പിന്നെ ഒരു വർഷവും നമുക്ക് സാധ്യമല്ല. ഓരോ വർഷവും സഭ നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഈ നോമ്പിൻ്റെ ദിവസങ്ങളോടെ കടന്നു പോയപ്പോഴും ഓരോ ഞായറാഴ്ചകൾ വിശുദ്ധ ബലി സംബന്ധിച്ചപ്പോഴും എല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അടയാളമുണ്ട്. നീ രോഗിയായിരുന്നോ? എന്നെക്കൊണ്ട് സാധ്യമാണ് സൗഖ്യപ്പെടുത്തുവാൻ. നീ മുടന്തനായിരുന്നോ? എന്നെക്കൊണ്ട് സാധ്യമാണ് നിന്നെ നടത്തിപ്പിക്കുവാൻ. നീ കുരുടനായിരുന്നോ? എന്നെക്കൊണ്ട് സാധ്യമാണ് നിനക്ക് കാഴ്ച തരുവാൻ. നിനക്ക് കേൾവി നഷ്ടപ്പെട്ടവനാണോ? എനിക്ക് സാധ്യമാണ്. നീ തളർവാദം പെട്ട് കിടക്കുന്നവനാണോ? ഞാൻ നിന്നെ നടപ്പിക്കും. ഇതെല്ലാം വാഗ്ദാനം ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ ഇതാ സഭ ക്രമീകരിച്ചിരിക്കുന്ന ഏവെങ്കിലും വേദഭാഗത്ത് നാം കേട്ടിട്ടുണ്ട്. നാം ഇത് കേട്ട് പ്രസംഗവും എല്ലാം നമ്മൾ കേട്ടതാണ്. അതിൻ്റെ എല്ലാം അവസാനം കർത്താവ് കഷ്ടാനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതാ യെരുശലേം നിവാസികൾ സന്തോഷത്തോടെ അവനെ എതിരേറ്റുകൊണ്ട് കൊണ്ടുവരുന്ന ദിവസം. ഇതെല്ലാം കഴിഞ്ഞ് ഇതാ അവനേറെ ആഗ്രഹത്തോടുകൂടി അർപ്പിച്ച പെസഹ, അത് അവൻ്റെ ആദ്യത്തെ കുർബാന, എനിക്ക് വേണ്ടി ഈ ലോകത്തിന് തന്ന കുർബാന, ബലി, യാഗം, ഇത് സാക്രിഫൈസ്, ഇതെല്ലാം നമുക്ക് പറയാൻ സാധിക്കും. അതിൽ പങ്കാളിയാകുവാൻ ഞാൻ ഒരുങ്ങുകയാണ്. പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, എൻ്റെ കുറവുകളെ ഞാൻ ഏറ്റുപറഞ്ഞ് ഇനി മേലിൽ പാപം ചെയ്യുകയില്ല എന്ന തീരുമാനത്തോടെ, വിശ്വാസത്തോടെ, എൻ്റെ പൂർവികർ ഈ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടതിനെ ഓർത്ത് അവരേറ്റെടുത്തതായ ദൗത്യം ഇന്ന് എനിക്ക് കാണിച്ചു വന്നിരിക്കുന്ന ഈ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ ഇത് ഞാൻ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഈ ബലിയിൽ ഉണ്ടാകട്ടെ. കാൽവരി ക്രൂശിലെ യാഗം ലോകത്തിൻ്റെ രക്ഷയായി മാറിയെങ്കിൽ എൻ്റെയും രക്ഷയായി ഈ ദുഃഖവെള്ളി മാറുവാൻ എൻ്റെ പൂർവ്വപിതാക്കന്മാരോ എൻ്റെ പിതാക്കന്മാരോ ഞാനോ ചെയ്തു പോയിരിക്കുന്ന പാപങ്ങൾ ഇതാ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് രക്ഷയുടെ അനുഭവം വാഗ്ദാനം ചെയ്ത ക്രിസ്തുവിൻ്റെ ഈ കഷ്ടാനുഭവം ദുഃഖവെള്ളി എനിക്കൊരു അനുഗ്രഹത്തിൻ്റെ, എന്നെ വിടുവിക്കുന്നതായ ദിവസമായി, സാത്താനെ തോൽപ്പിച്ച ദിവസമായ ദുഃഖവെള്ളി എനിക്കും എൻ്റെ ജീവിതത്തിൽ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും
വിടുവിക്കും ദുഃഖവിളിയായി മാറുവാൻ. പിന്നീട് പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നവൻ ആദാം മുതൽ എല്ലാവരെയും വിടുവിക്കുവാൻ തക്ക രീതിയിൽ സുവിശേഷം അറിയിച്ച് രക്ഷപ്പെടുത്തിയ പോലെ എൻ്റെ പൂർവികർ വാങ്ങിപ്പോയിരിക്കുന്നവരെല്ലാം ഈ വചനത്തിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രത്യാശ, ഉയർപ്പിൻ്റെ പ്രത്യാശയായി മാറുവാൻ എൻ്റെ എല്ലാ പാപങ്ങളും, എൻ്റെ എല്ലാ കുറവുകളും, എൻ്റെ എല്ലാ ബലഹീനതകളും, എൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റി യേശുക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവനായി മാറുന്ന ഒരു നല്ല ഒരു ഉയർപ്പിൻ്റെ പെരുന്നാളായി മാറുവാൻ ഈ കഷ്ടാനുഭവവും ഈ നോമ്പും നമുക്ക് മുഖാന്തരമായി തീരട്ടെ. നമുക്കൊരു നിമിഷം തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, എൻ്റെ ജീവിതം അനേകം വർഷങ്ങളോളം കടന്നുപോയി. ഒരുപക്ഷെ ഞാനിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെയും എത്രയോ കഷ്ടാനുഭവത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എത്രയോ ദുഃഖവെള്ളിയും പെസഹായും ഈസ്റ്ററും ഞാൻ പങ്കെടുത്തവനാണ്. എങ്കിലും ഈ വർഷത്തെ ഓരോ അനുഭവവും, ഈ കഷ്ടാനുഭവാഴ്ചയിലെ ഓരോ പെരുന്നാളുകളും ശുശ്രൂഷകളും എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമായി മാറുവാൻ, എൻ്റെ ജീവിതത്തെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുന്ന നല്ല അവസ്ഥയിലേക്ക്, ഒരു ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ എന്നെ അവിടുന്ന് ഒരുക്കണമേ നാഥ. എന്നെ വിട്ടുകൊടുക്കരുതേ. സാത്താൻ എന്നെ വിട്ടുകൊടുക്കാതെ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും എന്നെ വിടർത്തിക്കൊണ്ട് ദൈവമേ അങ്ങനെ മകനായി, അങ്ങനെ മകളായി, അങ്ങനെ ഒരു ദാസനും ദാസിയായി മാറുവാൻ എന്നെ അവിടുന്ന് ഒരുക്കണമേ. എൻ്റെ കുടുംബത്തെയും എൻ്റെ ബന്ധുമിത്രാദികളെയും എൻ്റെ സഹോദരങ്ങളെയും എല്ലാവരെയും വിദ്വേഷവും വെറുപ്പും പകയും പ്രതികാര ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി മാറുവാൻ ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന ആയത് പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെ പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നാം എല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. Somebody